കാലനില്ലാത്ത കാലം എന്നൊരു പദ്യഭാഗം പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴില്ല, എൻ്റെ തൊട്ട് പിന്നത്തെ ബാച്ച് മുതൽക്കാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അനുജനും അനുജത്തിയൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഇവർ വീട്ടിൽ ഇത് ആലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഓർമ്മയിൽ നിന്നാണ് ഇവിടെ ചൊല്ലാൻ ശ്രമിക്കുന്നത്. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, മുത്തച്ഛൻ അവർക്കുണ്ട്. കാലനില്ലാത്ത കാലത്തെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. അതായത് കാലൻ അഥവാ യമധർമ്മൻ എന്ന് പറഞ്ഞ ചങ്ങാതി എന്തോ തട്ടുകേട് പറ്റിയിട്ട് തട്ടിപ്പോയി. അപ്പോൾ ആരും മരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. മനുഷ്യൻ മരിക്കുന്നില്ല, എന്നാൽ ജനനം കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട്. അങ്ങനെ ജനസംഖ്യ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. 500 വയസ്സുള്ള അപ്പൂപ്പന്മാർക്ക് അവർ പോലും കുട്ടികളായിട്ടിരിക്കുന്നു, കാരണം അവരുടെ അപ്പൂപ്പന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്നാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കുഞ്ചൻ നമ്പ്യാരുടെ വകയിൽ ഒരമ്മാച്ചൻ്റെ മകനാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പുള്ളിയുടെ വിഷമം ഇത് തന്നെയാണ്. സജി അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, അച്ചായൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ജനസംഖ്യ കൂടി പോകുന്നു, അതിൽ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. പണ്ടൊക്കെ ഒരു 50 വയസ്സാകുമ്പോഴത്തേക്കും രണ്ട് സജി ചെറിയാൻ്റെ പ്രായമാകുമ്പോഴത്തേക്കും ആൾക്കാർ തട്ടിപ്പോരും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സജി ചെറിയാനൊക്കെ ഇപ്പോഴും കൊച്ചു കുട്ടിയായിട്ടിരിക്കുന്നു. കാരണം പുള്ളിയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയ്ക്ക് ഏതാണ്ട് 94 വയസ്സോ മറ്റുമായി. അപ്പോൾ അമ്മയുടെ കണ്ണിൽ ഇപ്പോഴും സജി ചായൻ ഒരു കൊച്ചു കുട്ടിയാണ്. ഇദ്ദേഹത്തിന് ഫാരക്സും അതുപോലെ ബേബി ഫുഡൊക്കെ കൊടുത്താണ് അമ്മ വളർത്തുന്നത്. പുള്ളിയുടെ തടി കണ്ടാലും നമുക്ക് തോന്നും ആ വയറും തടിയൊന്നും അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. അമ്മയുടെ നിരന്തരമായ ലാളന കൊണ്ട്, വാത്സല്യം കൊണ്ട് ഫാരക്സ് കൊടുത്തു, അതുപോലെ ബേബി ഫുഡ് കൊടുത്തു, പോഷകാഹാരം കൊടുത്തു, ഒക്കെ ഇങ്ക് കൊടുത്തു, ഒക്കെ വളർത്തി വലുതാക്കിയതാണ്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് പുള്ളിയുടെ ബുദ്ധിയും വികസിക്കുന്നില്ല. അതാണ് കുഴപ്പം. തടി വേണോ ബുദ്ധി വേണോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ തടി മതി എന്നാണ് പുള്ളിയുടെ അമ്മ പറഞ്ഞത്. അങ്ങനെ അച്ചായൻ്റെ തടി ഇങ്ങനെ ചീർത്ത് വരികയാണ്, ബുദ്ധിയാണെങ്കിൽ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ പുള്ളി ഈ യാഥാർത്ഥ്യം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേരളത്തിൽ ആരും മരിക്കുന്നില്ല, എൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല അമ്മ ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെൻഷനർമാർ മരിക്കാത്തതിലാണ് പുള്ളിക്ക് വിഷമം. വിധവാ പെൻഷൻ മേടിക്കുന്നവർ, വാർദ്ധക്യകാല പെൻഷൻ മേടിക്കുന്നവർ, കർഷക തൊഴിലാളി പെൻഷൻ മേടിക്കുന്നവർ ആരും ചാകുന്നില്ല. കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ ഇതാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പലരും 2 കാലം കുഴിയിലായി, പക്ഷേ എന്നിട്ടും മരിക്കുന്നില്ല. അച്യുതാനന്ദൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ തന്നെ ഇപ്പോൾ വയസ്സ് എത്രയും 19 കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതിലാണെങ്കിൽ പുള്ളി പണ്ടേ പരലോകത്ത് എത്തേണ്ട കാലം കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.